നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു പക്ഷേ ചില കമ്പനികളെ കണ്ടിട്ടുണ്ടാവും. അതായത് എത്രത്തോളം വളർച്ച നമ്മൾ എക്സ്പെക്ട് ചെയ്താലും അത് കൂടുതൽ പണി തരും. നമ്മൾ കരുതും ഇന്ന് ശരിയാവും, നാളെ തിരിച്ചു കയറുമെന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാതെ കമ്പനി അങ്ങ് ഇല്ലാതായി തീരും. ഇത്തരം കമ്പനികളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നെ ആ പൈസയുടെ കാര്യത്തിൽ തീരുമാനമായി. നമ്മൾ എത്ര പണം അതിൽ വാരി എറിഞ്ഞാലും അതൊരു കുഴിയിലിട്ട പോലെ ആയിപ്പോകും, ഒന്നും കിട്ടില്ല. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൾട്ടീസ് ബാഗർ സ്റ്റോക്സ് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ഇത്തരം വേസ്റ്റ് സ്റ്റോക്സ് കണ്ടെത്താതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസിനസ് ലോകത്തെ വമ്പന്മാരൊക്കെ ഇത്തരം വളർച്ച കുറഞ്ഞ ഓഹരികൾ കണ്ടെത്താൻ പല മാർഗങ്ങളും ടെക്നിക്സും ഉപയോഗിക്കാറുണ്ട്. അതിൽ കോമൺ ആയി ഉപയോഗിക്കുന്ന ഒന്നാണ് BCG മെട്രിക്സ്. ഈ ടെക്നിക്കിൽ പ്രധാനമായും 4 തരത്തിലുള്ള കമ്പനികളെ കുറിച്ചാണ് പറയുന്നത്. ഉയർന്ന വളർച്ചയുള്ള, ഉയർന്ന വരുമാനമുള്ള, ഉയർന്ന വിപണി വിഹിതമുള്ള കമ്പനികളാണ് ആദ്യത്തേത്. അതിനെ സ്റ്റാർ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് വിപണിയിലെ സ്റ്റാർ കമ്പനികൾ. ദീർഘകാല നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമായ കമ്പനികളാണിവ. അടുത്തത് വിപണിയിൽ സ്ഥിരത കൈവരിച്ച വലിയ കമ്പനികളാണ്. ഇവർക്ക് വലിയ വളർച്ച ഉണ്ടാവില്ലെങ്കിലും വലിയ ലാഭം ഉണ്ടാക്കിത്തരും. നിക്ഷേപകർക്ക് കൃത്യമായ ഡിവിഡൻഡ് നൽകുന്നത് ഇത്തരം കമ്പനികളാണ്. ക്യാഷ് കൗസ് എന്ന വിഭാഗത്തിലാണ് ഇവർ ഉൾപ്പെടുന്നത്. ക്വസ്റ്റ്യൻ മാർക്സ് എന്ന കാറ്റഗറിയിലുള്ള കമ്പനികളാണ് അടുത്തത്. ഇവ പുതിയ സംരംഭങ്ങളാണ്. വലിയ വളർച്ചാ സാധ്യതയുണ്ട്, പക്ഷെ വിജയിക്കുമോ എന്ന് ഉറപ്പില്ല. വലിയ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇതിൽ നിക്ഷേപിക്കുന്നു. ഇനി 4ാമത്തെ ഒരു കൂട്ടം കമ്പനികളുണ്ട്. വളർച്ചയുമില്ല, ലാഭവുമില്ല. ഇത്തരം കമ്പനികളിലോ സെഗ്മെന്റുകളിലോ നിക്ഷേപിക്കുന്നത് പണം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. അങ്ങനെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുമ്പോഴാണ് നമ്മുടെ പണം നഷ്ടമാകുന്നത്. മറ്റ് 3 സെഗ്മെന്റുകളെ കുറിച്ചും അതിനുദാഹരണമായ കമ്പനിയെക്കുറിച്ചും മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് 4ാമത്തെ കൂട്ടരെ പരിചയപ്പെടാം. അതായത് BCG മെട്രിക്സിലെ ഡോഗ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ. സ്റ്റോക്ക് മാർക്കറ്റിലെ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർമാരുടെ കണ്ണിലെ വില്ലന്മാരാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഡോഗ്സ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വലിയൊരു കെണിയാണ്. വിപണിയിൽ വലിയ ഡിമാൻഡ് ഇല്ലാത്ത, എന്നാൽ നമ്മൾ അറിയാതെ വാങ്ങിപ്പോയ മൂല്യം കുറഞ്ഞ ഷെയറുകളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുന്ന മേഖല തന്നെ വലിയ വളർച്ചാ സാധ്യതകൾ ഇല്ലാത്ത ഒന്നായിരിക്കും. ഉദാഹരണത്തിന്, ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ പഴയ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഭാഗങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ഒരു കമ്പനി ഇതിനോട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ പുതിയ നിക്ഷേപങ്ങൾക്കോ വികസനത്തിനോ പ്രസക്തിയില്ല. മാത്രമല്ല, ആ സെക്ടറിലെ വമ്പൻ കമ്പനികളുടെ ഇടയിൽ ഈ പറഞ്ഞ കമ്പനിക്ക് തുലോം കുറഞ്ഞ വിപണി വിഹിതം അഥവാ ലോ മാർക്കറ്റ് ഷെയർ മാത്രമേ ഉണ്ടാകുള്ളൂ. ലാഭം തരുന്നതിന് പകരം കമ്പനി വെറുതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും നിക്ഷേപകരുടെ പണം ആവശ്യമായി വരുന്നു എന്നതിനാൽ ഇവയെ ക്യാഷ് ട്രാപ്പുകൾ എന്നും വിളിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ലാഭവിഹിതമോ മൂലധന വളർച്ചയോ നൽകാതെ നിക്ഷേപകന്റെ പണവും സമയവും ഒരുപോലെ നശിപ്പിക്കുന്ന ഇത്തരം കമ്പനികൾ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ ഡോഗ്സിനെ തിരിച്ചറിയുമ്പോൾ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് വാല്യൂ ട്രാപ്പുകളെ കുറിച്ചാണ്. ഇത്തരം ഓഹരികളുടെ വിലയും PE റേഷ്യോയും വളരെ കുറവായിരിക്കും. വില കുറവല്ലേ, എന്തെങ്കിലും കയറുമായിരിക്കുമെന്ന് കരുതി പോയി ചാടുന്നവർക്ക് പിന്നീട് അത് വിൽക്കാൻ നോക്കിയാൽ വാങ്ങാൻ ആളെ കിട്ടാത്ത അവസ്ഥ വരും. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനികളിൽ നിന്ന് ലാഭവിഹിതം പ്രതീക്ഷിക്കാനാവില്ല. കാരണം ഇവർക്ക് കൃത്യമായി ലാഭം ഉണ്ടാക്കാൻ തന്നെ കഴിയാറില്ല. ഇതിനേക്കാളൊക്കെ വലിയ അപകടം ഇതിലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. നിങ്ങളുടെ പണം വളർച്ചയില്ലാത്ത ഒരു ഡോഗ് കമ്പനിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ വലിയ ലാഭം തരാൻ ശേഷിയുള്ള ഒരു സ്റ്റാർ കമ്പനിയിൽ നിക്ഷേപിക്കാനുള്ള സുവർണാവസരമാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടമാകുന്നത്. ചുരുക്കത്തിൽ, പണം ഇരട്ടിക്കില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ വളരാവുന്ന മറ്റൊരു വഴി കൂടി ഇത്തരം നിക്ഷേപങ്ങൾ മൂലം അടഞ്ഞു പോകുന്നു. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഡോഗ് കമ്പനി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകാതെ ഒഴിഞ്ഞു മാറുന്നതാണ് ബുദ്ധി. വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഷെയറുകൾ വിറ്റ് ഒഴിവാക്കണം. ഇനി കയറും, നാളെ വില കൂടും എന്ന് കരുതി വെറുതെ കാത്തിരുന്നാൽ നിങ്ങളുടെ പണം കൂടുതൽ നഷ്ടപ്പെടുകയേ ഉള്ളൂ. ഇത്തരം സമയങ്ങളിൽ നിക്ഷേപകർ കാട്ടുന്ന വലിയൊരു അബദ്ധമാണ് ആവറേജ് ചെയ്യുക എന്നത്. വില കുറയുമ്പോൾ കൂടുതൽ ഷെയറുകൾ വാങ്ങി ആവറേജ് ചെയ്യുന്നത് ഇത്തരം കമ്പനികളുടെ കാര്യത്തിൽ ആത്മഹത്യാപരമാണ്. കാരണം കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ കൂടുതൽ പണമിടുന്നത് ബുദ്ധിയല്ല. എങ്കിലും വളരെ അപൂർവമായി ചില ടേൺ അറൗണ്ട് സാധ്യതകൾ ഇത്തരം കമ്പനികൾ കണ്ടേക്കാം. കമ്പനിയുടെ മാനേജ്മെന്റ് മാറുകയും അവർ പുതിയൊരു ബിസിനസ് പ്ലാനുമായി വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അല്ലാത്ത പക്ഷം ഇത്തരം പരാജയപ്പെട്ട ഓഹരികളിൽ നിന്ന് എത്രയും വേഗം പണം പിൻവലിച്ച് നല്ലൊരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നതാണ് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർക്ക് ചേർന്ന രീതി. സ്റ്റോക്ക് മാർക്കറ്റിലെ ഡോഗ്സ് എന്ന വിഭാഗത്തിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് വോഡഫോൺ ഐഡിയ. ടെലികോം രംഗം 5Gയിലേക്കും അതിവേഗ ഡാറ്റയിലേക്കും കുതിക്കുമ്പോൾ വലിയ കടബാധ്യതയും കുറഞ്ഞ വിപണി വിഹിതവും കാരണം ഒരു പ്രതിസന്ധിയിലാണ്.
ജിയോയും എയർടെലും സ്റ്റാറുകളായി മാറുമ്പോൾ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന നിക്ഷേപകർക്ക് വർഷങ്ങളായി ഒരു വാല്യൂ ട്രാപ്പായി തുടരുന്നുണ്ട്. സമാനമായ അവസ്ഥ തന്നെയാണ് ഒരു കാലത്ത് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് വിപണി ഭരിച്ചിരുന്ന BPL, വീഡിയോകോൺ തുടങ്ങിയ കമ്പനികൾക്കും സംഭവിച്ചത്. സ്മാർട്ട് ടിവികളുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും കാലത്ത് സാംസങ്, LG തുടങ്ങിയ വമ്പന്മാരോട് മത്സരിക്കാൻ കഴിയാതെ അവർ ഇന്ന് വിപണിയിൽ ഏതാണ്ട് അപ്രസക്തമായ ഡോഗ് വിഭാഗത്തിലാണ്. ആഗോളതലത്തിൽ നോക്കിയാൽ കോഡാക് ആണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഫിലിം റോളുകളുടെ കാലത്തെ രാജാക്കന്മാരായിരുന്ന അവർക്ക് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് മാറാൻ കഴിയാത്തത് തിരിച്ചടിയായി. അതുപോലെ ഇന്ത്യയിലെ MTNL പോലുള്ള ചില പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ന് ഈ ഗണത്തിലാണ് വരുന്നത്. സ്വകാര്യ കമ്പനികളുമായുള്ള മത്സരത്തിൽ പിന്നിലായതും പഴയ സാങ്കേതിക വിദ്യയിൽ തന്നെ തുടരുന്നതും ഇവരുടെ വളർച്ചയെ മുരടിപ്പിച്ചു. ചുരുക്കത്തിൽ പഴയ പേരും പ്രശസ്തിയും കണ്ട് ഇത്തരം ഡോഗ് കമ്പനികൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് BCG മെട്രിക്സ് കൃത്യമായി വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.